ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളറൈസേഷൻ എന്നുള്ള ലൈറ്റിൻ്റെ ഫിനോമിനനാണ് ഡിസ്കസ് ചെയ്തത്. നേച്ചറിൽ നടക്കുന്ന പോളറൈസേഷന് ഒരു എക്സാമ്പിളാണ് റിഫ്ലക്ഷൻ വഴിയുള്ള പോളറൈസേഷൻ. സ്മൂത്ത് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സർഫസിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ആ സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആയിട്ടാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത്. ഇപ്പോൾ ഇവിടെ സൺലൈറ്റ് അൺപോളറൈസ്ഡ് ആണ്. അത് വാട്ടർ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. വാട്ടർ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റിഫ്ലക്റ്റഡ് റേസ് പോളറൈസ്ഡ് ആണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും നമുക്ക് ഈ റിഫ്ലക്ഷൻ വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളറൈസിങ് ആംഗിൾ, ബ്രൂസ്റ്റേഴ്സ് ആംഗിളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് സർഫസിൽ അല്ലെ സ്മൂത്ത് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേസ്, അതിലൊരു പോർഷൻ റിഫ്ലക്റ്റഡ് ആയിട്ടും ഒരു പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിഫ്രാക്ഷന് വിധേയമായിട്ട് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടന്നു പോകുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് മീഡിയം ആണെങ്കിൽ ഗ്ലാസിൻ്റെ സർഫസിൽ വീഴുന്ന ലൈറ്റിൻ്റെ ഒരു പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു, കുറേ പോർഷൻസ് റിഫ്രാക്റ്റ് ചെയ്ത് ഗ്ലാസ്സിനുള്ളിൽ കൂടി കടന്നു പോകുന്നു. ഇതിൽ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് നമ്മൾ സ്റ്റഡി ചെയ്താൽ അത് പോളറൈസ്ഡ് ആണ് എന്ന് കാണാം പാർഷ്യലായിട്ട്. പക്ഷേ ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ പോളറൈസേഷൻ്റെ അളവിലും വ്യത്യാസം വരുന്നു. മാലിസ് ആണ് ഇതിനെ ഉള്ള എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തത്. ഗ്ലാസിനെ സംബന്ധിച്ച് ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്നുള്ളത് 56.3 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ് സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ആവുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ വാട്ടർ സർഫസിൽ ആംഗിൾ ഓഫ് പോളറൈസേഷൻ 53 ഡിഗ്രിയാണ് എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്മൂത്ത് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സർഫസിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് പോളറൈസേഷന് വിധേയമാകുമ്പോൾ കംപ്ലീറ്റ് പോളറൈസേഷൻ നടക്കുന്ന ആംഗിൾ ഓഫ് പോളറൈസേഷൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്പെറൻറ്റ് സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് തുല്യമാണ് എന്ന് ബ്രൂസ്റ്റർ എന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു. അതിനോട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്ത ലോയാണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് അറിയപ്പെടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രൂസ്റ്റേഴ്സ് ലോ കണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബ്രൂസ്റ്റേഴ്സ് ലോ. The tangent of angle of polarization is equal to refractive index of the medium. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് n ഈക്വൽ ടു ടാൻ പി അല്ലെങ്കിൽ ടാൻ പി ഈക്വൽ ടു n എന്നൊക്കെ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, ഇങ്ങനെ ആംഗിൾ ഓഫ് പോളറൈസേഷന് തുല്യമായ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേസ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും വിധേയമായിട്ട് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് പോളറൈസേഷന് ഈക്വൽ ആകുന്ന സമയത്ത് ഈ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന്. അറ്റ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റിനും റിഫ്രാക്റ്റഡ് ലൈറ്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ലോ ആൻഡ് സ്നെൽസ് ലോ. ആ ഒരു പ്രൂഫിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അതിന് നമ്മൾ ഈ ഒരു ഫിഗറാണ് യൂസ് ചെയ്യുക. സോ വി ഹാവ് ആൻ ഇൻസിഡൻറ്റ് റേ എ ഒ. ഈ ഇൻസിഡൻറ്റ് എന്ന പോയിൻറ്റിന് നമുക്ക് ഒ എന്ന് പേര് കൊടുക്കുക. അത് ഫിഗറിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എഒ എന്നുള്ള ഇൻസിഡൻറ്റ് റേ, ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേക്കും സർഫസിലേക്കുള്ള നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. അപ്പോൾ IP എന്നുള്ള ആംഗിള് അത് ഇവിടെ വരെയേ ഉള്ളൂ. ഈ ഫിഗറിലത് അല്പം നീട്ടി വരച്ചിട്ടുണ്ട്, അത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ ആംഗിൾ AON എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതിനെയാണ് ഇവിടെ IP എന്ന് എടുക്കേണ്ടത്, അല്ലെങ്കിൽ P എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം.
അപ്പോൾ ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ആംഗിൾ AON ആൻഡ് ദാറ്റ് ഈസ് ടേക്കൺ ആസ് P. ഇനി OB എന്നുള്ളതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് തുല്യമാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R equal to IP, where IP is angle of polarization. അല്ലെങ്കിൽ we can write angle of reflection equal to small p, where p is angle of polarization. അതുപോലെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഈ ഡെൻസർ മീഡിയത്തിലേക്ക് ഡയറക്ഷൻ അല്പം വേരിയേഷനോടെ വരുന്ന റേ ആണ്. ദാറ്റ് ഈസ് OC. ഈ OC എന്നുള്ള റിഫ്രാക്റ്റഡ് റേക്കും ഡെൻസർ മീഡിയത്തിൽ ഉള്ള നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞു, റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ ആംഗിൾ BOC 90 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ബ്രൂസ്റ്റേഴ്സ് ലോ കൺസിഡർ ചെയ്യാം. എന്താ ബ്രൂസ്റ്റേഴ്സ് ലോ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അക്കോർഡിംഗ് ടു ബ്രൂസ്റ്റേഴ്സ് ലോ N equal to tan P അല്ലേ? N is refractive index of the denser medium and P is angle of polarization. Now we can write tan P as sin P by cos P. So we get the equation N equal to tan P that is equal to sin P by cos P. ഇതിൻ്റെ കൂടെ നമുക്ക് സ്നെൽസ് ലോ കൂടി യൂസ് ചെയ്യാം. സ്നെൽസ് ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മറ്റേ സ്നെൽസ് ലോ, അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ, refractive index of the second medium with respect to first medium, or refractive index of the denser medium with respect to air is N equal to sin I by sin R. പക്ഷെ നമുക്കറിയാം ഇവിടെ I എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ആംഗിൾ ഓഫ് പോളറൈസേഷന് തുല്യമായ കേസാണ് നമ്മൾ എടുത്തിരിക്കുക. അപ്പോൾ ഐക്ക് പകരം എന്ത് കൊടുക്കാം? P എന്ന് കൊടുക്കാം. അതുപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സ്മോൾ r, അത് ഈ ആംഗിളാണ്, ആംഗിൾ CON എന്നുള്ള ആംഗിൾ R ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദ സെക്കൻഡ് ഇക്വേഷൻ ഈസ് N equal to sin P by sin R. ഇനി ഈ രണ്ട് ഇക്വേഷൻസും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. ദാറ്റ് ഈസ് N ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ വി ക്യാൻ കമ്പയർ ഓർ ഇക്വേറ്റ് ദ റൈറ്റ് സൈഡ്സ്. So the equation becomes sin P by cos P equal to sin P by sin R. ഇവിടെ ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ cos P, റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ sin R. സോ വി ക്യാൻ റൈറ്റ് cos P equal to sin R. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ cos P എന്നുള്ളതിന് നമുക്ക് സൈൻ്റെ തന്നെ ഫങ്ഷനായിട്ട് എഴുതാം. നിങ്ങൾക്കറിയാം sin 90 minus P is equal to cos P. So we can write cos P equal to sin 90 minus P on the left side, and right side is sin R itself. Now we compare the left and right sides. രണ്ടും sin terms ആണ്. അപ്പോൾ sin 90 minus P equal to sin R ആണെങ്കിൽ 90 minus P എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ആറിന് ഈക്വൽ ആയിരിക്കണം. So we can write 90 minus P equal to R or 90 equal to R plus P. ഇവിടെ R എന്നുള്ളത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അത് സെക്കൻഡ് മീഡിയത്തിൽ കാണുന്ന R ആണ്, ഓർ ആംഗിൾ CON ആണ് ഈ ആറും. പിന്നെ P എന്നുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആകാം, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആകാം. അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പോളറൈസിങ് ആംഗിളിന് ഈക്വൽ ആകുന്ന കേസാണ് നമ്മളിവിടെ എടുക്കുക. അപ്പോൾ ഈ R എന്നുള്ളത് എന്തിന് ഈക്വലാണ്? Pക്ക് ഈക്വലാണ്. അപ്പോൾ ഇവിടുത്തെ P എന്ന് പറയുന്നത് നമുക്ക് ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആംഗിൾ Pയും ഈ ആംഗിൾ Rഉം, ആ Rഉം Pയും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 90 ഡിഗ്രി കിട്ടുന്നു. ഇനി ഈ N' എന്നുള്ള നോർമലിൻ്റെ റൈറ്റ് സൈഡ് നോക്കിയാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ
ഒരു സൈഡിൽ മാത്രം ആംഗിൾ ടോട്ടൽ 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ആറും പിയും ഈ ആറും, അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറും പി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് തുല്യമായതുകൊണ്ട് ആ ഒരു ആംഗിൾ പി ആയിട്ട് എടുക്കുക. അപ്പോൾ ആർ പ്ലസ് പി 90 ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ നോർമൽ, അവിടെയുള്ള ആംഗിൾസ്, ഈ ആംഗിള് താഴെയുള്ള ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എടുക്കാം 6 പ്ലസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ ആർ പ്ലസ് പി 90 ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു. ആർ പ്ലസ് പി 90 ആണെങ്കിൽ ആംഗിൾ ബി ഒ സി 180 മൈനസ് 90, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. So the angle between the reflected ray and the refracted ray will be 90 degree. That means the reflected and the refracted rays are perpendicular to each other when the angle of incidence is equal to angle of polarization or Brewster's angle. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രൂഫ് ഇത് എക്സാമിന് വരാറുണ്ട്. അതുപോലെ ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ ആർ പ്ലസ് പി 90 ഡിഗ്രി ആണ് എന്നുള്ളതും, ഇവിടെ ആർ എന്നുള്ളത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് എന്നോർക്കണം, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ല. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പോളറൈസേഷൻ പി തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസും എക്സാമിന് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലമാണ് നമുക്കിനി അടുത്തത് നോക്കാനുള്ളത്. സോ കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. എ ഗ്ലാസ്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എന്നിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്ന് നമ്മളിപ്പോൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് ആലോചിച്ച് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. എ ഗ്ലാസ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.60 ഈസ് യൂസ്ഡ് ആസ് ദ പോളറൈസർ. ഫൈൻഡ് ദ പോളറൈസിങ് ആംഗിൾ ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്ലാസ് പ്ലേറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഗ്ലാസ് പ്ലേറ്റ് ഒരു പോളറൈസറായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ആ ഗ്ലാസ് പ്ലേറ്റിൽ വരുന്ന ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോളറൈസ്ഡ് ആകുന്നു. റിഫ്ലക്റ്റഡ് ലൈറ്റ് പോളറൈസ്ഡ് ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ പോളറൈസിങ് ആംഗിൾ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോ പഠിച്ചു. ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പോളറൈസിങ് ആംഗിളിനോട് റിലേറ്റ് ചെയ്യുന്ന ലോയാണ്. വാട്ട് ഈസ് ബ്രൂസ്റ്റേഴ്സ് ലോ? n = tan p എന്നാണ് ബ്രൂസ്റ്റേഴ്സ് ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ എന്താ തന്നിരിക്കുക? n = 1.6 എന്നാണ്. പി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ആർ കണ്ടുപിടിക്കണം. സോ യു ക്യാൻ റൈറ്റ് n = tan p ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6. ഇതിൽ നിന്ന് പി എങ്ങനെ കണ്ടുപിടിക്കാം? പി കണ്ടുപിടിക്കാൻ tan ഇൻവേഴ്സ് എടുക്കണം. സോ ദ ആംഗിൾ ഓഫ് പോളറൈസേഷൻ പി = tan ഇൻവേഴ്സ് 1.6. that is equal to 57.99 degree. So we got the angle of polarization of the glass surface. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു റിലേഷൻഷിപ്പ് ഇതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ആംഗിൾ ഓഫ് പോളറൈസേഷൻ പ്ലസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ഈക്വൽ ടു 90. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെറുതാണെങ്കിലും ഓർത്തിരിക്കണം. അതിൽ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ആർ as 90 minus p, that is equal to 90 minus 57.99 equal to 32.01 degree. So this is angle of refraction. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മൾ ചെയ്യാനായിട്ട് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ലൈറ്റ് ട്രാവലിംഗ് ഇൻ വാട്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 is incident on a glass plate of refractive index 1.53. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈറ്റ് ഓൾറെഡി വാട്ടറിൽ കൂടി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടതൊരു ഗ്ലാസ് പ്ലേറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോൾ വാട്ടറാണ് ഇവിടെ ഫസ്റ്റ് മീഡിയം.
ഗ്ലാസ് ആണ് സെക്കൻഡ് മീഡിയം. രണ്ടിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, അറ്റ് വാട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ്. നിങ്ങൾക്കറിയാം, റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ആകുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിന് ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത് ഇൻസിഡൻറ്റ് ആംഗിളിന് പകരം അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പകരം ആംഗിൾ ഓഫ് പോളറൈസേഷൻ കണ്ടാൽ മതി. ഇനി ആംഗിൾ ഓഫ് പോളറൈസേഷൻ കാണാനായിട്ട് നമുക്ക് ബ്രൂസ്റ്റേഴ്സ് ലോ യൂസ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വാട്ടർ ഫസ്റ്റ് മീഡിയം എന്ന് ഞാൻ പറഞ്ഞു. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.33. അതുപോലെ സെക്കൻഡ് മീഡിയം ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ഈസ് ഒബ്റ്റെയിൻഡ് ആസ് N21 equal to N2/N1. So we can write NGW, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ equal to Ng/Nw. That is 1.53/1.33 and that is equal to 1.15. ഇനി നമുക്ക് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂവിനെയാണ് ടാൻ ബിയോട് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോയിൽ ടാൻ ബി ഈക്വൽ ടു N എന്നുള്ളത് ആ N റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആണെന്ന് ഓർക്കണം. എയർ ആണ് ഫസ്റ്റ് മീഡിയം എങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല. അല്ലാത്ത ഫസ്റ്റ് മീഡിയം എയർ അല്ലാത്ത കേസുകളിൽ N എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ആണ്. അത് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ബ്രൂസ്റ്റേഴ്സ് ലോയിൽ അപ്ലൈ ചെയ്യാൻ. സോ വിൽ ഗെറ്റ് Ngw ഈക്വൽ ടു ടാൻ പി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.15. ഇനി ഇതിൽ നിന്ന് പി കണ്ടാൽ മതി. അത് നമുക്ക് ടാൻ ഇൻവേഴ്സ് എടുക്കാം. സോ ആംഗിൾ ഓഫ് പോളറൈസേഷൻ പി ഈക്വൽ ടു tan inverse 1.15 and that is equal to 49 degree. So when light travels from water to glass, the angle of polarization is 49 degree എന്ന് നമുക്ക് കിട്ടും. അതുപോലെ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. What should be the angle of incidence of a ray of light on a transparent medium of refractive index 1.5 so that the reflected and refracted rays are perpendicular? ഇത് നമ്മൾ ലാസ്റ്റ് കിട്ടിയ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. സോ ദാറ്റ് ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ. റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് പെർപെൻഡിക്കുലർ ആകുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ലാസ്റ്റ് കണ്ടത് എന്താണ്? വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് പോളറൈസേഷൻ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ റിഫ്ലക്റ്റഡ് റിഫ്രാക്റ്റഡ് റേസ് പെർപെൻഡിക്കുലർ ആകുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് പോളറൈസേഷന് ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ഓഫ് പോളറൈസേഷൻ തന്നെയാണ്. അതിന് നമുക്ക് ബ്രൂസ്റ്റേഴ്സ് ലോ യൂസ് ചെയ്യാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് N equal to 1.5 ആൻഡ് ബ്രൂസ്റ്റേഴ്സ് ലോ നമുക്ക് യൂസ് ചെയ്യാം. ബ്രൂസ്റ്റേഴ്സ് ലോ അനുസരിച്ച് ടാൻ പി ഈക്വൽ ടു N ആണ്, or N equal to tan P and that is equal to 1.5. So we get angle of polarization as tan inverse N or tan inverse 1.5 and that is equal to 56 degree 118 minute. അപ്പോൾ ഈ രീതിയിൽ ഉള്ള പ്രോബ്ലംസ് ആണ്. വളരെ എളുപ്പമുള്ളതാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് അല്പം ചിന്തിച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ 1-2 ടോപ്പിക്സ് കൂടെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻസ് മാത്രം അല്ലെങ്കിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ നോട്ട് എഴുതുമ്പോഴും ഇത് നോക്കി ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അതിൽ ഒന്നാമത്തെ ഡബിൾ റിഫ്രാക്ഷനാണ്. നമ്മൾ കണ്ടു ടെർമലൈൻ ക്രിസ്റ്റൽ, ക്വാർട്സ് ക്രിസ്റ്റലൊക്കെ പോലുള്ള ക്രിസ്റ്റൽസിൽ ലൈറ്റ് വീഴുമ്പോൾ പോളറൈസേഷൻ നടക്കുന്നു എന്ന്. അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരിക. ഇപ്പോൾ എന്താണ് ഡബിൾ റിഫ്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക?
ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാൽസൈറ്റ്, ഇതിവിടെ കാൽസൈറ്റ് ക്രിസ്റ്റലാണ് കാണിച്ചിരിക്കുക. അതുപോലെ ക്വാർട്സ് ക്രിസ്റ്റൽ, ടർമലൈൻ ക്രിസ്റ്റലൊക്കെ പോലുള്ള ക്രിസ്റ്റൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് അവയിൽ ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്താൽ ആ ഇൻസിഡൻറ്റ് ലൈറ്റ് റിഫ്രാക്ഷന് വിധേയമാവുമ്പോൾ 2 റേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ക്രിസ്റ്റലിൽ കൂടി ലൈറ്റ് കടക്കുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള 2 റിഫ്രാക്റ്റഡ് റേസ് കിട്ടുക. ഇതിൽ ഒരു റിഫ്രാക്റ്റഡ് റേ റിഫ്രാക്ഷൻ്റെ ലോസൊക്കെ ഒബേ ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ഓർഡിനറി റേ. അതുപോലെ മറ്റൊരു റേ ഉള്ളത് അത് റിഫ്രാക്ഷൻ്റെ ലോ അത്ര ഒബേ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് കോൾഡ് എക്സ്ട്രാ ഓർഡിനറി റേ. ഇതിൽ ഓർഡിനറി റേയും എക്സ്ട്രാ ഓർഡിനറി റേയും പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. ഓർഡിനറി റേ ഹൊറിസോണ്ടലായിട്ടാണ് പോളറൈസ്ഡ് എങ്കിൽ എക്സ്ട്രാ ഓർഡിനറി റേ വെർട്ടിക്കലായിട്ടായിരിക്കും പോളറൈസ്ഡ്. അപ്പോൾ അങ്ങനെ 2 റേസ് ഉണ്ടാകുന്ന വെൻ എ ലൈറ്റ് ray travels through crystals like calcite, quartz, etc. It splits into 2 refracted rays, and this phenomenon is called double refraction. Ordinary ray obeys the laws of refraction, and extraordinary ray does not obey the laws of refraction. ഇപ്പോൾ ഡബിൾ റിഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോത്ത് റേസ് ആർ പ്ലെയിൻ പോളറൈസ്ഡ് എന്നുള്ളതാണ്. ആൻഡ് ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഡബിൾ റിഫ്രാക്ഷൻ കാണിക്കുന്ന മറ്റൊരു ഫിഗറാണ് കാൽസൈറ്റ് ക്രിസ്റ്റലിൽ കൂടി ലൈറ്റ് പോകുമ്പോൾ ഒരു റേ ഹൊറിസോണ്ടൽ പോളറൈസേഷനും ഒരു റേ വെർട്ടിക്കൽ പോളറൈസേഷനും സംഭവിച്ച് കടന്നു പോകും. ഇനി അടുത്തതായിട്ട് ഈ ക്രിസ്റ്റൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഈ ലൈറ്റ് ഇങ്ങനെയുള്ള ക്രിസ്റ്റൽസിൽ വീഴുമ്പോൾ ഡബിൾ റിഫ്രാക്ഷൻ നടക്കുന്നു. ഓർഡിനറി റേയും എക്സ്ട്രാ ഓർഡിനറി റേയും ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ ഓർഡിനറി റേയിനെ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി റേയിനെ മാത്രമായിട്ട് ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്യും. ഓർഡിനറി റേ ചിലപ്പോൾ അബ്സോർബ് ചെയ്യപ്പെടാം, ചിലപ്പോൾ എക്സ്ട്രാ ഓർഡിനറി റേ അബ്സോർബ് ചെയ്യപ്പെടാം. അപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു റേ മാത്രമായിരിക്കും. അങ്ങനെ അബ്സോർബ് ചെയ്യാനുള്ള ആ ക്രിസ്റ്റലിൻ്റെ ആ കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡൈക്രോയിസം എന്ന് പറയുക. സോ വാട്ട് ഈസ് ഡൈക്രോയിസം? Dichroism is the selective absorption of either ordinary ray or extraordinary ray by certain doubly refracting crystals. Dichroism എന്താണ് എന്നുള്ളത് ആ ഡെഫിനിഷൻ പഠിക്കുക. ഇറ്റ് ഈസ് സെലക്റ്റീവ് അബ്സോർപ്ഷൻ of either ordinary ray or extraordinary ray by doubly refracting crystals like calcite, quartz, etc. അങ്ങനെ ഒരു റേ അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി പുറത്തേക്ക് വരുന്ന റേയിൽ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമായിരിക്കും ഉള്ളത്. ബാക്കിയുള്ള വൈബ്രേഷൻസിനെ ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്തിരിക്കും. നമ്മൾ ആദ്യം കണ്ടായിരുന്നു ഓർഡിനറി റേയും എക്സ്ട്രാ ഓർഡിനറി റേയും പ്ലെയിൻ പോളറൈസ്ഡ് ആണ് എന്ന്. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലലായിട്ടുള്ള റേനെയാണ് കടത്തിവിടുക. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റേനെ ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റിൽ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒപ്റ്റിക് വൈബ്രേഷൻസ് പെർപെൻഡിക്കുലർ ടു ഒപ്റ്റിക് ആക്സിസ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ ക്രിസ്റ്റൽ. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ലൈറ്റ് ഇങ്ങനെയുള്ള ക്രിസ്റ്റലിൽ കൂടി കടന്നു പോകുമ്പോൾ പോളറൈസേഷന് വിധേയമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പോളറോയിഡ് എന്നുള്ള ഒരു ടോപ്പിക് കൂടിയുണ്ട്. പോളറോയിഡ് എന്താണ്? ഇറ്റ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് പോളറൈസസ് ലൈറ്റ് ത്രൂ സെലക്റ്റീവ് അബ്സോർപ്ഷൻ, ദാറ്റ് ഈസ് ഡൈക്രോയിസം. ഇപ്പം നമ്മൾ ക്രിസ്റ്റൽസിൻ്റെ കേസിൽ കണ്ടതുപോലെ മറ്റു ചില മെറ്റീരിയൽസിനും ഇങ്ങനെ ലൈറ്റിനെ സെലക്റ്റീവ് അബ്സോർപ്ഷൻ വഴി പോളറൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം അങ്ങനെ സെലക്റ്റീവ് അബ്സോർപ്ഷൻ വഴി ലൈറ്റിനെ പോളറൈസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് പോളറോയിഡ്സ് എന്ന് പറയുക.
ഇങ്ങനെയുള്ള പോളറോയിഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വളരെ ഇടുങ്ങിയ അല്ലെങ്കിൽ ചെറിയ ഏരിയകളിലൊക്കെ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ പോളറോയിഡ്സിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പോളറോയിഡ്സ് ആർ യൂസ്ഡ് ഇൻ സൺ ഗ്ലാസസ് ടു കട്ട് ഓഫ് ദ ഗ്ലെയർ ഓഫ് ലൈറ്റ്. സൺ ഗ്ലാസസിൽ നമ്മൾ പോളറോയിഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ സൺലൈറ്റ് ഈ സൺ ഗ്ലാസ്സിൽ കൂടി കടന്നു വരുമ്പോൾ പോളറൈസേഷൻ നടക്കുന്നു, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നു. അങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൺ ഗ്ലാസസിൽ നമ്മൾ പോളറോയിഡ്സ് യൂസ് ചെയ്യുക. ആൻഡ് ദീസ് പോളറോയിഡ്സ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ ഹെഡ്ലൈറ്റ്സ് ആൻഡ് വിൻസ്ക്രീൻസ് ഓഫ് കാർ, വെഹിക്കിൾസ് എക്സെട്ര ടു കട്ട് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. Again, it is used to control the intensity of light entering in trains, aeroplanes, etc. ഇപ്പോൾ എയറോപ്ലെയിൻസിൻ്റെയും ട്രെയിൻസിൻ്റെയും ഒക്കെ വിൻഡോസിൽ നമ്മൾ ഇതിനുപോലുള്ള പോളറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പോളറോയിഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു വ്യൂ 3-dimensional പിക്ചേഴ്സ്. ഹോളോഗ്രാം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഹോളോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളറൈസേഷന് വിധേയമായ ലൈറ്റാണ്. അങ്ങനെ ആ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പോളറോയിഡ്സ് യൂസ് ചെയ്യുന്നു. 3-dimensional പിക്ചേഴ്സിനെ കാണുന്നതിനും നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് വേണം. അപ്പോൾ അങ്ങനെ 3-dimensional പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും വ്യൂ ചെയ്യുന്നതിനും ഒക്കെ പോളറോയിഡ്സ് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പോളറൈസേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്രൂസ്റ്റേഴ്സ് ലോയും അതുപോലെ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ അറ്റ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്നുള്ളതിൻ്റെ പ്രൂഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബ്രൂസ്റ്റേഴ്സ് ലോ വെച്ചുള്ള പ്രോബ്ലംസും ഇത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഈ ചാപ്റ്ററും തീരുകയാണ്. ഇപ്പോൾ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഹൈജൻസ് വേവ് തിയറി, ഹൈജൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഇവയുടെ പ്രൂഫ് പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻഡഫറൻസ് ഫിനോമിനൻ പഠിച്ചു. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ബാൻഡ് വിഡ്ത്തിനുള്ള എക്സ്പ്രഷൻ്റെ ഡെറിവേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡിഫ്രാക്ഷൻ, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് കാണുന്നതിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഇക്വേഷൻ കാണാതെ പഠിക്കണം. പിന്നെ പോളറൈസേഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു.